ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ഒരാള് ഇല്ലാതായിരിക്കുകയാണ്. അതാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രതീഷ് കുമാർ. അദ്ദേഹം ഇല്ലാതായപ്പോൾ നമ്മുടെ ലൈവിലടക്കം ഒരു ചെറിയൊരു എന്താ പറയുക, എന്തൊരു മിസ്സിങ് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റായി പറയാവുന്നതാണ്. അതായത് രതീഷ് കുമാർ ഇവിടെ നിന്ന് പോയപ്പോൾ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയപ്പോൾ എന്തോ ഒന്ന് നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ ആ വീട്ടിലൊരു ശബ്ദമില്ലാതായതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ആഴ്ച നമ്മൾ ബിഗ് ബോസ് ഹൗസ് നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു സംസാരവും അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും ഒക്കെ ഉണ്ടായത് രതീഷ് കുമാറാണ് അതിന് പ്രധാന കാരണം. രതീഷ് കുമാറിന്റെ ശബ്ദം മാത്രമായിരുന്നു അവിടെ കൂടുതലായി കേട്ടിരുന്നത്. അങ്ങനെ ഒരാൾ ഇല്ലാതായപ്പോൾ ആ വീട് ഏകാന്തമായ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്കും അങ്ങനെ അതേ അഭിപ്രായമുണ്ടെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ്. എന്തായാലും പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടാണ് രതീഷ് കുമാർ പോയതെന്ന് വിശ്വസിക്കാനാകുന്നില്ല. കാരണം ഇങ്ങനൊരു ഗെയിമറെ അദ്ദേഹം ചിലപ്പോൾ എന്താ പറയുക, ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടായിരിക്കും, പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. സ്വന്തം ക്യാരക്ടർ ആയിരിക്കില്ല അവിടെ കാണിച്ചിട്ടുണ്ടാവുക. എങ്കിലും അവിടെ ഈ മാതിരി കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് അദ്ദേഹമാണ് എന്ന് നമ്മൾ മറക്കരുത്. അത് ചിലപ്പോൾ പ്രേക്ഷകർ തന്നെയായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ബിഗ് ബോസ് സീസൺ 3 രമ്യ ഇതുപോലെ പുറത്തായി തിരിച്ചു വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ ഒരു തിരിച്ചുവരവ് രതീഷ് കുമാറിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസിൽ ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ നടക്കണം. വേറെ ആരാണ് രതീഷ് കുമാർ അല്ലാതെ അവിടെ കുറച്ചും കൂടിയും ആക്റ്റീവായി നിൽക്കുന്നത്? രതീഷ് കുമാർ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ തന്നെയാണ് അവിടെയുള്ളത്. അതായത് അതിനോടൊപ്പം വരുന്ന ആളുകൾ, രതീഷ് കുമാറിനോടൊപ്പം സംസാരിക്കാനായി വരുന്ന ആളുകൾ, അങ്ങനെ കയറി വരുന്ന ആൾ, ഇപ്പൊ നമ്മുടെ സിജോ ആയാലും ജാസ്മിൻ ആയാലും ഒക്കെ കളിച്ചിരുന്നത് ആ ഒരു രീതിയിലാണ്. അല്ലാതെ അവർ സ്വന്തമായ ഒരു വിഷയങ്ങളിൽ ഇടപെടുകയോ അങ്ങനെ ഒന്നുമില്ല. രതീഷ് കുമാർ ഉണ്ടാക്കുന്ന വിഷയങ്ങളിലൂടെയാണ് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സ്ക്രീൻ സ്പേസ് കിട്ടിയിരുന്നത്. പിന്നെ ക്യാമറ ഏത് നേരവും രതീഷ് കുമാറിന്റെ മുഖം തന്നെയാണ് കാണിച്ചിരുന്നത്. രതീഷ് കുമാർ ഇരിക്കുന്നതും അങ്ങനെയുള്ള ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നതും അതൊക്കെ അദ്ദേഹത്തിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജി ആയിരിക്കാം. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾറെഡി ബിഗ് ബോസ് ഹൗസ് കണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് അല്ല, ബിഗ് ബോസ് കണ്ട് അതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയായിരിക്കും അദ്ദേഹം വന്നിട്ടുണ്ടാവുക. എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു മ്ലാനത അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റായി പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്.